ഹായ്, ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന വിഷയം ഞാൻ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ ആലോചിച്ചു, എല്ലാം നമ്മുടെ പിള്ളേർ തന്നെ അല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ്. ഇപ്പോൾ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഇന്നലെ ഒരു വാർത്ത കണ്ടിട്ടുണ്ട്. നമ്മുടെ ശുഭ്മാൻ ഗില്ല് ഷെയർ ചെയ്ത ഇന്ത്യൻ ടീമിൻ്റെ പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൽ സഞ്ജു ഇല്ല. അതായത് ട്രോഫി ആയിട്ട് നിങ്ങളുടെ ഇന്ത്യൻ ടീമിൻ്റെ പോസ്റ്റിൽ സഞ്ജു ഇല്ല. മെയിൻ പ്ലെയർ ആണെന്ന് ഓർക്കണം. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും കുറച്ച് നാളായിട്ടുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ മാത്രമല്ല ഇതിപ്പോൾ ഇതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ശുഭ്മാൻ ഗില്ലും ഇഷാൻ കിഷനും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. അത് ഇപ്പോഴല്ല, പണ്ട് ഇവർ ഒരുമിച്ച് ടീമിലുണ്ടായിരുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. ആ സമയത്ത് ഗില്ലി ഇപ്പോൾ കാണിക്കുന്ന ഉത്തരവാദിത്വമൊന്നും അന്ന് അത്ര ഇല്ല. ഇവർ കളിക്കുന്നു, എൻജോയ് ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കിഷൻ ഓൾറെഡി ഇങ്ങനെ ഒരു കല്ലി വലിയ ഒരു താല്പര്യമില്ല എന്നല്ല, ഭയങ്കര സ്കില്ലാണ്. കിഷൻ്റെ സ്കില്ല് നിങ്ങൾ കണ്ടാലോ, ടാലൻറ്റ് ഭയങ്കരമാണ്. അയാളെ പോലെ ഇത്ര ഈസി ആയിട്ട് ബോൾ കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും കളിക്കാരൻ ഇന്ത്യൻ ടീമിൽ നിലവിലുണ്ടോ? ഒരിക്കലുമില്ല. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇത്ര ഈസി ആയിട്ട് ബോളിനെ ജഡ്ജ് ചെയ്യാനും ഫുട് വർക്ക് അസസ് ചെയ്യാനും അതിലെടുക്കുന്ന ഷോട്ടുകളുടെ പെർഫെക്ഷൻ പോലുള്ള ഇത്ര ഷോട്ടുകളുടെ ഒരു ശേഖരം കയ്യിലുള്ള വേറൊരു കളിക്കാരൻ വേറെ ഇല്ല, ഇന്ത്യൻ ടീമിലില്ല. ബട്ട് ഇതാണ് വിഷയം. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ സാധനമില്ല. ഇങ്ങനെ കളിക്കുന്നു, എൻജോയ് ചെയ്യുന്നു, സ്ട്രെസ് എടുക്കാൻ വയ്യ. ഓക്കെ, ഇതാണ് പുള്ളിയുടെ വിഷയം. അതുകൊണ്ടാണ് പുള്ളി പണ്ട് ടീമിൽ നിൽക്കാണ്ട് പോയത് കൊണ്ടാണ്. പക്ഷേ പുള്ളി ഒരു ഡബിൾ സെഞ്ചുറി അടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കഴിവില്ലാത്ത ഒരാൾ, അന്ന് ഒരു ഫോമില്ലാത്ത സമയത്തും ഡബിൾ സെഞ്ചുറി അടിച്ച ഒരാൾ ടീമിലില്ല എന്നുള്ളതൊക്കെ അതാണ് അവസ്ഥ. കാര്യം അത്രയും കഴിവുണ്ട്. പക്ഷേ ഇതാണ് വിഷയം. അതേ സംഭവം തന്നെ അഭിഷേക് ശർമ്മയിലേക്ക് ഒരു ഇൻജക്ട് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാര്യം അഭിഷേക് ശർമ്മയും ഗില്ലിനെ പുറത്താക്കിയപ്പോൾ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സഞ്ജുവിനെ ഇൻഡയറക്റ്റായിട്ട് കൊള്ളിക്കേണ്ട രീതിയിലൊക്കെ സഞ്ജുവിനെ സംസാരിച്ചായിരുന്നു. സഞ്ജു ഇതിനിടയ്ക്ക് ഫോമായ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫോമായ ദിവസങ്ങളിലൊക്കെ ഇവർക്ക് ഭയങ്കര ഒരു അക്സെപ്റ്റൻസ് ഇച്ചിരി കുറഞ്ഞു. ഇവരുടെ മുഖം കണ്ടാൽ നമുക്കറിയാം. അതിപ്പോൾ ഓപ്പണിംഗ് പെയർ ആയതുകൊണ്ട് താൻ അടിച്ചില്ലല്ലോ എന്നുള്ളത് മാത്രമല്ല, ഇവ സ്ഥിരമായിട്ട് നിൽക്കുമോ എന്നുള്ള പേടിയും കൂടി ഉണ്ടായിരുന്നു. ബട്ട് കിഷൻ എന്ത് ചെയ്തു? സാഹചര്യം വന്നപ്പോൾ കിഷൻ മാറി എന്ന് പറഞ്ഞാൽ തനിക്ക് കഴിവുണ്ട്, ബട്ട് സഞ്ജു കളിക്കുന്ന പോലെ നിന്ന് കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ കളിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം കൂടി കുളമാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കിഷൻ എന്ത് ചെയ്തു? മര്യാദ അവസാന രണ്ട് കളിയൊക്കെ ഈസി ആയിട്ട് കളിക്കാൻ ശ്രമിച്ചത്. നിന്ന് കളിച്ചാണ്. പക്ഷേ അതിന് മുമ്പൊക്കെ അതിന് മുന്നുള്ള കളികളൊക്കെ ശരിക്കും വെടിക്കെട്ട് തന്നെയായിരുന്നു. ബട്ട് അതിനേക്കാൾ അപ്രോച്ച് മാറി. അത്ര റൺസ് എടുത്തില്ലെങ്കിൽ പോലും അപ്രോച്ച് മാറി. അതുകൊണ്ട് പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു. അത്യാവശ്യം മെച്യൂർഡായിട്ടുള്ള ഷോട്ടുകൾ എടുത്ത് റിസ്കി ആയിട്ടുള്ള ഷോട്ടുകളിലേക്കൊന്നും അധികം പോയില്ല. അത് സഞ്ജുവിനെ കണ്ട് തന്നെ പുള്ളി ഒബ്സർവ് ചെയ്തതാണ്. ഇങ്ങനെ കളിച്ചില്ലെങ്കിൽ പണി പാളുമെന്നുള്ള ചിന്ത തന്നെയാണ്. പിന്നെ ശുഭ്മാൻ ഗില്ലിലേക്ക് വരുമ്പോൾ, ഗില്ലിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇനി ഇന്ത്യൻ ടീമിൻ്റെ ഭാവി തൻ്റെ കൈകളിൽ സുരക്ഷിതമായിരുന്നു. തൻ്റെ പുറകെയായിരുന്നു കോച്ചുമാരും മാനേജ്മെൻറ്റൊക്കെ നടന്നത്. ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുമോ എന്നുള്ള രീതി. ഇനിയിപ്പോൾ അതൊക്കെ മാറും, സഞ്ജുവിലേക്ക് വരും. ഓക്കെ, നിങ്ങളെപ്പോലെ ഉത്തരവാദിത്തം ഇല്ലായ്മ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചിട്ട് ഈ ഇന്ത്യൻ ആരാധകരെയൊക്കെ നിരാശപ്പെടുന്ന പരിപാടികളൊക്കെ മാറ്റി സഞ്ജു ക്യാപ്റ്റനാകും. ഉത്തരവാദിത്തപ്പെട്ട, നല്ല റെസ്പോൺസിബിളായ, വളരെ സിൻസിയറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് സഞ്ജു ഇന്ത്യൻ ടീമിൽ വേറൊരു മുഖം കൊണ്ടുവരും. അത് കൊണ്ടുവന്നേ പറ്റുള്ളൂ. എല്ലാ കാലത്തും ഇങ്ങനെ വലിയ ഒരു അലസത കാണിക്കുന്ന കളിക്കാരുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വ്യത്യസ്തമായിരുന്നു. അതിലാണ് മെയിനായിട്ട് ഗാംഗുലി ടീമെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പിരിറ്റ് തന്നെയായിരുന്നു. അതേപോലെ വേറൊരാളായിരുന്നു ധോണി. അതേപോലെ വേറൊരാളായിരുന്നു ദ്രാവിഡ്, സച്ചിൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കളിക്കാരെന്നൊക്കെ പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യണം. ഗംഭീറിൻ്റെ ഒരു അപ്രോച്ച് തന്നെയാണ് ഗില്ലിനെയൊക്കെ പുറത്താക്കാനുള്ള മെയിൻ കാരണങ്ങളൊന്ന്. സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മെയിൻ കാരണങ്ങളൊന്നും തന്നെയാണ്. കളി ജയിക്കുക മോനെ. പിന്നെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരാളെ തടഞ്ഞൊന്നും അധികകാലം കൊണ്ടുപോകാൻ പറ്റില്ല. ഒരാളെ ഇൻവോൾവ് ചെയ്യിച്ച് ഒരാളെ തടഞ്ഞു കൊണ്ടുവന്ന കാര്യം ഇത് ലോകം മുഴുവനും കാണുവാണ്. ഓക്കെ, സഞ്ജുവിന് വേണ്ടി തന്നെ എത്രയോ ആൾക്കാർ ഇന്ത്യൻ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വാദിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. ബയസ് എന്ന് പറയുന്ന സാധനം ഇനി പണ്ടത്തെ പോലും നടക്കില്ല. ഓക്കെ, സഞ്ജുവിനെ ഇല്ലായ്മ ചെയ്യാനൊന്നും ഇവരെ കൊണ്ടുവന്ന് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് മര്യാദ കളിയും ഒഴിവാക്കിയോ, അല്ലെങ്കിൽ നിൻ്റെ കാര്യം കട്ടപ്പോയാണ്.